ബന്ധു എന്ന് പറഞ്ഞ ഒരാൾ വന്നു. ദേ ഇപ്പൊ പരിചയക്കാർ വന്നേക്കുന്നു. ഇതെന്താ ഹോട്ടലോ മറ്റോ ആണോ? സോറി, നിങ്ങളുടെ വേറെ ബോട്ട്സ് പറയാതെ നിങ്ങൾക്ക് ചന്ദ്രയെ കാണാൻ പറ്റില്ല. കാണാൻ തീരുമാനിച്ച ഞങ്ങൾ വന്നിരിക്കുന്നത്. കണ്ടിട്ടേ പോവൂ. എങ്കിലേ എനിക്കതൊന്ന് കാണണം. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ആദ്യം നിങ്ങൾ ആരെന്ന് പറ. എന്തിനാ ചന്ദ്രയെ കാണുന്നേ? ഞങ്ങൾ ചന്ദ്രയുടെ അച്ഛൻ നടേശൻ സാറിന്റെ ഫ്രണ്ട്സാ. നടേശൻ സാറ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു മേടിക്കാനാ വന്നത്. കാശോ? നടേശൻ സാറോ? അതെ. വിശ്വാസം വരുന്നില്ലെങ്കിൽ എഗ്രിമെന്റും പ്രോമിസറി നോട്ടും ചെക്കും ഒക്കെ കൊണ്ടുതരാം. നടേശൻ സാർ മരിച്ച സ്ഥിതിക്ക് അതിന് തിരിച്ചു തരേണ്ട ബാധ്യത മകൾക്കാ. അതാ ഞങ്ങൾ ചന്ദ്രയെ കാണുമെന്ന് പറഞ്ഞത്. ചന്ദ്ര കാശ് തന്നില്ലെങ്കിൽ വേണ്ട, നടേശൻ സാറിന്റെ മരുമകൻ തന്നാലും മതി. ഞങ്ങൾക്ക് കാശ് ഇടണം, അത്രേ ഉള്ളൂ. എന്താ സിദ്ധു ഈ കേൾക്കുന്നേ? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചന്ദ്ര വരട്ടെ, എന്നിട്ട് ചന്ദ്ര സംസാരിക്കട്ടെ. അതാ നല്ലത്. പ്രേമേ, ചന്ദ്രയും വിളിക്ക്. നിന്നെ മുഖം കാണിക്കാനേ താഴെ ആരോ വന്നിരിക്കുന്നു. ആര്? ആ, അതെനിക്കെങ്ങനെ അറിയാം? താഴെ ഇരിപ്പുണ്ട്. കണ്ടിട്ടേ തറവാട്ടി ജനിച്ചവരാണെന്ന് തോന്നുന്നില്ല. എന്തോ ഏടാകൂടം കൊണ്ടാ അവര് വന്നിരിക്കുന്നത്. നീ ചെല്ല്. എന്താടി അത് കേട്ടപ്പോ നിന്റെ മോന്തെ അങ്ങ് മാറിയല്ലോ. എന്തേലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ വല്ലവരും നിന്നെ അന്വേഷിച്ചു വരാൻ? ഇവിടെ ഉണ്ടായിരുന്നോ? കുറെ നേരമായി ഞങ്ങൾ വന്നിട്ട്. എയർപോർട്ടിൽ പോലും ഇല്ലല്ലോ മോളെ ഇത്രയും വലിയ ചെക്കിങ്. മോളുടെ ഭർത്താവിന് അറിയണം ഞങ്ങൾ എന്തിനാ വന്നേന്ന്. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞു. പറയാതെ ചന്ദ്രയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാ അതൊക്കെ അദ്ദേഹത്തോട് പറയാൻ പോയത്? മോളെ, ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. രൂപ 1 2 അല്ല, 25 ലക്ഷമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. മരിക്കുന്നതിന് മുമ്പ് വരെ കൃത്യമായി നടേശൻ സാർ പലിശ തന്നിരുന്നതാ. ഇപ്പൊ മുതലും ഇല്ല, പലിശയില്ല. മുതൽ തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പലിശയായാലും മതി. പക്ഷെ അത് കൃത്യമായിട്ട് തന്നിരിക്കണം. ഞങ്ങളുടെ ഉപജീവന മാർഗമാ മോളേത്. മോള് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ ഞാൻ എന്ത് പറയണം? ഞാൻ വാങ്ങിയ കടമൊന്നും അല്ലല്ലോ. വാങ്ങിയ ആളിപ്പൊ ജീവിച്ചു ഇരിപ്പില്ല. ഞാനെന്തിനാ കാശ് തിരിച്ചു തരണം? എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛന് കടം കൊടുക്കുമ്പോ അന്നൊരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നായിരുന്നു. അതിന്റെ താഴെ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് മോള് തന്നെയാ. ഏതെങ്കിലും കാരണവശാൽ കാശ് തരാൻ അച്ഛൻ തയ്യാറായില്ലെങ്കിൽ അത് തന്നോളാന്ന് വാക്കാലം സമ്മതിച്ചതാ. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു? എനിക്ക് സൗകര്യമില്ല തരാൻ. നിങ്ങളോട് കേസ് മോളെ, ഞങ്ങളോട് ഇടയരുത്. ഇടഞ്ഞാ മഹാവൃത്തിയോട്ടോമാരാ ഞങ്ങള്. അതെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്നാ നീ താടാ കാശ്. കാശ് കൊടുക്കാൻ അറിയെങ്കിലേ അത് വാങ്ങിക്കാനും ഞങ്ങൾക്ക് അറിയാം. എന്നാ വാങ്ങടോ. വീട്ടിൽ കയറി വന്ന് ഇടപോടെന്ന് വിളിച്ചാണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ഞങ്ങളെ പറ്റിക്കാൻ നോക്കണല്ലേ? എത്ര ദിവസം നീ ഇതിനകത്ത് കയറി അടയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം. പുറത്തിറങ്ങുമല്ലോ, അപ്പൊ കാണാം. ഇറങ്ങിപ്പോടോ പുറത്ത്. പോട്ടെ മോളെ, കാണാം. മുതലും പലിശയും പലിശയുടെ പലിശ വാങ്ങിച്ചില്ലെങ്കിൽ മുടി പഠിച്ച് ഞങ്ങൾ പളനിക്കും വേളാങ്കണ്ണിക്കും പോവും. കണ്ടോ? വടാ. അവിടെ തന്നെ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ മോളെ? അവര് ചുമ്മാ ഒന്നും അല്ല. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് പ്രൂഫുണ്ട്.
എടി ഒന്നും അല്ലെങ്കിൽ നീ ഒരു വക്കീലല്ലേ? പ്രോമിസറി നോട്ടിന്റെയും ചെക്കിന്റെയും വില എന്താണെന്ന് നിനക്കറിയില്ലേ? അച്ഛൻ വാങ്ങിയ കാശ് ഞാൻ എന്തിനാ കൊടുക്കുന്നേ? ദേ, ആ പണമിടപാടിൽ നീ ഒരു സാക്ഷിയല്ലേ? കൊടുത്തേ പറ്റൂ. പിന്നെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇതെന്താ വല്ല മാർക്കറ്റുമാണോ? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കാൻ. എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വീടാണെന്നറിയാമോ? ഈ വക തോന്നിയാസങ്ങളൊന്നും ഇനി ഇവിടെ പറ്റില്ല. ഇത്തരം ആളുകൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. അയ്യോ അതെങ്ങനെയാ അച്ഛാ? നാട് മുഴുവൻ കടം ഉണ്ടാക്കി വെച്ച് മരിച്ചു പോയൊരു തന്തയുടെ മോളല്ലേ ഇത്? കടക്കാർ ഇനി അന്വേഷിച്ച് വരാതിരിക്കുന്നതേ ഉള്ളൂ. നടേശൻ സാറിന് ഇത്രയും കടം വരാൻ എന്താ കാരണം? എനിക്കറിയില്ല. അതെന്തായാലും ശരി, ഇത്തരം രംഗങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കരുത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിളിച്ചിട്ടാണോ അവര് വരുന്നത്? ദേ, നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി നീയുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇവിടെ വരാൻ പാടില്ല. അത് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും. കള്ള ഒളിച്ചോട്ടം ഉണ്ടാക്കി പോലീസുകാരെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന നല്ല മിടുക്കായിരുന്നല്ലോ. ആ മിടുക്കിന്റെ 100-ലൊരു അംശം മതിയല്ലോ ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ. താനി ഗുണ്ടകളാവുമാര്. കാശ് കൊടുക്കാതെ രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. 25 ലക്ഷവും അതിന്റെ പലിശയും എവിടുന്ന് എടുത്ത് കൊടുക്കും? എവിടുന്ന് വേണമെങ്കിലും എടുത്ത് കൊടുത്തോട്ടെ. ഇത്തരം തലവേദനകളൊന്നും ഈ വീടിന്റെ പടി കയറി വരാതിരുന്നാൽ മാത്രം മതി. ഞങ്ങൾ പറയുന്നത് ഗൗരവത്തിലെടുക്കണം.